നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂവാസികൾ സർവരുമേ സന്തോഷമുള്ള സ്വരത്തെ കർത്താവിനുയർത്തിടുവിൻ, ആനന്ദത്തോടെ വന്നിപ്പിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനായ സ്വർഗ്ഗ പിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, നന്ദിയോടങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരാധന പങ്കാളികളാവാൻ കൃപ തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന പ്രിയ മക്കളെയും കഥാമാധ്യമങ്ങളിലൂടെ യൂട്യൂബിലെവിടെയും ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ആത്മാവായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെല്ലാവരും രക്തക്കോട്ടയ്ക്കിൽ മറയ്ക്കണമേ. എല്ലാ ഇടർച്ചയും വിധിക്കണം. കർത്താവേ, ഈ ശുശ്രൂഷ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കുകയും മഹത്വം അങ്ങെടുക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ നാമ മഹത്വത്തിനായി കീർത്തനം 19 കീർത്തനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വാഴ്ത്തുക നീ നിന്നുടെ കർത്താവിനെ, താനുപകാരങ്ങളൊന്നും എന്നുമേ മറക്കോല. നിന്നകത്യങ്ങളൊക്കെയും സന്തതം മോചിച്ചു നിൻ രോഗമെല്ലാം മാറ്റി നിൻ ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ദേഹം ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അകങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ. തൃത്വത്തിനും സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രവും കൈക്കൊണ്ട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധന സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ സമയം ദൈവകാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ ഗ്രഹിക്കേണ്ടതിനും ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ശ്രമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു അവനോടപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിനും ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ, കുറവുകളെ ദൈവം നാമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും അതുപോലെ അയൽക്കാർ തമ്മിലുള്ള കൂട്ടായ്മയൊക്കെ വന്നുപോയ എല്ലാ വീഴ്ചകളെയും കുറവുകളെയും നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ കൽപ്പനകൾ പലപ്പോഴും അനുസരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയിട്ട് അത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വാക്കിലും ചിന്തയിലൊക്കെ പലപ്പോഴും കുറവുകൾ വന്നിട്ടുണ്ട്. അതിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോയിട്ട് നമ്മൾ ശുദ്ധീകരിക്കും. തന്റെ അങ്കരങ്ങളെ മറയ്ക്കുന്ന ശുഭം വരുന്നില്ല. അതിനേറ്റു പറഞ്ഞു പോയി കാരണം ലഭിക്കും. നമുക്ക് ദൈവത്തിന്റെ കണ്ണിക്കറും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. മൂന്നാമത്തെ പാവശ്യയുടെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലാം. ദൈവമേ, നിന്റെ ദയക്കൊത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബന്ധപ്രകാരം മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാവം നീക്കി എന്നെ പാർക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാവം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, ശിക്ഷിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സിലുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ള കർത്താവ് പാവങ്ങളുടെ മോചനം മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തേക്കുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പാഠഭാഗം യേശായി പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വചനങ്ങൾ. യേശയ്യാവ് 6:1 മുതൽ 8 വരെ. ഉശിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നതും പൊങ്ങിയതുമായുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഓരോരുത്തനോട് ഓരോരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ സാരാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നുവന്ന് അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ പാഠം അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. സങ്കീർത്തനം സങ്കീർത്തനം 139 സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. അവയെ എണ്ണിയാൽ മണ്ണിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ട് പോകുവിൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പയക്കുന്നവരെ ഞാൻ പയക്കേണ്ടതല്ലയോ? നിന്നോട് എതിർക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാളിയ സുവിശേഷം 4-ാം അധ്യായം 15 മുതൽ 26 ദൈവത്തിന്റെ വചനം. വിശുദ്ധ യോഹന്നാളിയ സുവിശേഷം 4-ാം അധ്യായം 15 മുതലുള്ള ദൈവത്തിന്റെ വചനം കേൾപ്പിൻ. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ പോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിനും, എനിക്ക് ഭർത്താവ് ഇല്ല എന്നും നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടതിന് സ്ഥലം യെരുശലേമിൽ ആകുന്നു എന്നും നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല, യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ
ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. നാം കേട്ടത് സുവിശേഷം ആകുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. കീർത്തനം 181. കർത്താവേ, നിന്റെ വചനം നിൻ ഭൃത്യൻ വീതച്ച ഹൃദയമാകും മണ്ണിന്മേൽ മഞ്ഞു പെയ്യിക്കണം. ശത്രു ആയവനീ വിത്ത് നശിപ്പിക്കരുതേ. നിന്നാമത്തിനു മാനമാ സൽഫലം തരട്ടെ. നിൻ വചനം എല്ലായിടത്തും പ്രസിദ്ധപ്പെടട്ടെ. കൈക്കൊള്ളുവാൻ ഹൃദയങ്ങളെ നീ തുറക്കേണമേ. പിതാവേ, ഞങ്ങൾ നന്ദിയോടങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ വചനം എല്ലായിടത്തും പ്രസ്താവിക്കപ്പെടുവാൻ, അതുമൂലം നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കൃപ തരണമേ. ആത്മാവായി ഇരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുവാൻ ഈ ദിവസം വരെ ഞങ്ങളെ സഹായിച്ചതായി സ്തുതിക്കും. കൂടുതൽ കൂടുതൽ ആത്മനിറവോടുകൂടെ നിന്നെ ആരാധിപ്പാൻ, നിന്റെ കൃപ ലഭിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ അല്പസമയം തിരുവചനം ധ്യാനിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂരം നൽകും. ഞങ്ങളെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബലപ്പെടുത്തണം. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. സംസാരിക്കുന്ന അടിയനെ കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാൻ വഹിക്കണം. വചനം കേട്ട് ചലിക്കുന്നവരായിട്ടല്ല, വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് പകരണം. മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനും നിത്യനുമായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോവിഡ്-19 സാഹചര്യത്തിൽ ദേവാലയങ്ങൾ തുറന്നു ആരാധന നടത്തുവാൻ നമുക്ക് അനുവാദമില്ലാത്തതുകൊണ്ട് ഈ ആഴ്ചയിലും ഓൺലൈനിലൂടെ ഈ സർവീസ് നടത്തുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇതിനായി ദൈവത്തെ സ്തുതിക്കും. എല്ലാ സഹകരിക്കുന്ന കത്തരച്ചനെയും കുടുംബാംഗങ്ങളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയന ദൈവകരം സമർപ്പിക്കുന്നു. മാധ്യമങ്ങളിലൂടെ ഇത് കാണുകയും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം വർഷിപ്പ് ദ ലോർഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ്. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. എല്ലാ ദിവസവും നാം ആരാധന തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, ദൈവം ആത്മാവാകും, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന്. അതിന് അടിസ്ഥാനമായിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൽ 23-24 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇന്ന് പലവിധമായ ആരാധനകളും പരിപാടികളൊക്കെ ഈ ലോകത്തിലുണ്ട്. ആരാധന എന്ന പേരിൽ പലരും അവരുടെ യുക്തിക്കും ഭക്തിക്കും നിറഞ്ഞവണ്ണം ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ നാം ആരാധിക്കുന്നത് സത്യദൈവത്തെയാണ്. സത്യത്തിലും ആത്മാവിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവം നമ്മെ, അതായത് ദൈവത്തെ അറിയുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഓരോരുത്തരും മനസ്സിൽ അറിയണം, ഞാൻ ദൈവത്തെ അറിയുന്നതിനേക്കാളും അധികമായി എന്നെക്കുറിച്ച് ദൈവം അറിയുന്നു. അപ്പൊ ഒരിക്കലും ദൈവത്തിന്
നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്കറിയാം, ആദ്യം അവരുടെ കാര്യങ്ങൾ പറയും, പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവത്തിന് നമ്മെ അറിയും. അവൻ നമ്മെ അറിയുന്നത് പോലെ അറിഞ്ഞിരിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് 139 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിച്ചിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ മേൽ ഇല്ല. ദൈവത്തെ ആരാധിക്കാൻ വരുന്നവർ ആദ്യം മനസ്സിലാക്കണം, നാം ദൈവത്തെയാണ് ആരാധിക്കാൻ വരുന്നത്. മനുഷ്യരെയല്ല, വ്യക്തികളെയല്ല, നമ്മുടെ സിദ്ധാന്തങ്ങളെയല്ല. ദൈവത്തെയാണ്, സത്യ ദൈവത്തെയാണ് ആരാധിക്കാൻ വരുന്നത്. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ജീവിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കാൻ വരുന്നു എന്ന് ചിന്തിക്കണം. അതോടുകൂടെ തന്നെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്റെ അഹവും പുറവും എന്റെ എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഒരുപക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ഉള്ള വാസ്തവത്തോട് നാം ഇരിക്കുന്ന ആ സ്ഥിതിയിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ആരാധിക്കേണ്ടതാണ് നമ്മുടെ കടപ്പാട്. ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ നമ്മുടെ ഉള്ളിലും പുറമേയുമുള്ള തടസ്സങ്ങൾ മാറ്റിയിരിക്കണം. ദൈവത്തെ ആത്മാർത്ഥമായി അല്ലെങ്കിൽ സത്യത്തിൽ ആരാധിക്കണമെങ്കിൽ ചില തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ചില തടസ്സങ്ങൾ നമ്മുടെ പുറമേ ഉണ്ട്. പലരും ആരാധിക്കാൻ വരുമ്പോൾ തങ്ങളെ അടുത്തിരിക്കുന്നവരെ നോക്കുന്നു. നടുങ്ങി എഴുന്നേൽക്കുന്നോ, അവർ സ്തോത്രം പറയുന്നോ, അവർ പ്രാർത്ഥിക്കുന്നോ, അവർ ഉറങ്ങുന്നോ, എന്താണ് ചെയ്ത് നോക്കുന്നു. അവർ ചെയ്യുന്നത് പോലെ ചെയ്യും. അങ്ങനെയല്ല, നാം ആരാധിക്കാൻ വരുമ്പോൾ കർത്താവിനെ നോക്കി ഇരിക്കേണ്ടതാണ്. മറ്റേ നമ്മുടെ ആത്മാർത്ഥതയോടുകൂടെ ആരാധിക്കുന്ന ഒരാൾക്ക് അടുത്തിരിക്കുന്ന ഒരാളെ നോക്കി ആരാധിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇവിടെ യെശയ്യാ പ്രവാചകൻ നാം വായിച്ചതാണല്ലോ 1 മുതൽ 8 വരെയുള്ള വാക്യം. അവിടെ ശ്രദ്ധയോട് നോക്കിയാൽ നമുക്കറിയാം, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാ പ്രവാചകൻ യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുന്നത്, ദൈവത്തെ അറിയും. ഇതിനു മുമ്പും അവൻ പ്രവാചകനാണ്, പല പ്രവചനങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അറിയേണ്ട രീതിയിൽ അറിയുന്നത് ഉസിയ രാജാവ് മരിച്ചാണ്. കാരണം ഉസിയ രാജാവിന്റെ നിഗളം അവനെ കുഷ്ഠരോഗിയായി തീർത്തു. ലോകത്തുള്ള രാജാക്കന്മാരിൽ നിഗളം പിടിച്ച ഒരു രാജാവായി. നമുക്കറിയാം, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവകൽപ്പന പ്രകാരം ജീവിച്ചു. എന്നാൽ അവനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തെ മറന്നു. പൂജ, അതായത് പുരോഹിതന്മാർ മഹാപ്രഭുതം ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവൻ തുണിഞ്ഞു. ദേവാലയത്തിന്റെ മഹാവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നുപോയി. ശുശ്രൂഷകരെല്ലാം പറഞ്ഞു പാടില്ല, ചെയ്യരുതെന്നു. എന്നാൽ അവൻ കേട്ടില്ല. തന്റെ അഹങ്കാരം കൊണ്ട് അത് ചെയ്തപ്പോൾ കുഷ്ഠരോഗിയായി തീർന്നു. അതായത് അന്നിരുന്ന മനുഷ്യരെല്ലാം ഉയർന്ന് സിംഹാസനത്തിലിരിക്കുന്നത് ഉസിയ എന്ന് പറയുന്ന രാജാവിനെയാണ് കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പലപ്പോഴും ഞാൻ ലോകത്തിൽ കാണുന്നത് ചില ആളുകളെയാണ്, ചില ഉന്നതന്മാരെയാണ്, ചില ഉയർന്ന പ്രസംഗിമാരെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുവാൻ ചിലപ്പോൾ അവരും അവിടെ ശുശ്രൂഷയും അവിടെ ഉപദേശങ്ങളിലും തടസ്സമായിരിക്കുന്നത് നമുക്കറിയാം. ഉസിയ രാജാവ് മരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ദൈവത്തെ കാണുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ മനോഭാവം. ചിലർ ഞാൻ ഒരു പാപവും ചെയ്യാത്തവൻ എന്ന് പറയും. ചിലർ പറയും ആരായ്ക്ക് വരുമ്പോൾ ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. ചിലർ പറയും വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ മറ്റുള്ളവരെക്കാൾ ചിലർ പറയും അടുത്തിരിക്കുന്ന മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്, അവരെ നോക്കുമ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആരാധിക്കാൻ വരുമ്പോൾ നാം അങ്ങനെ ഒരിക്കലും നോക്കരുത്. നമുക്കറിയാം,
ചുങ്കക്കാരനും പരിശീലനും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ പോയി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. പരിശീലൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നു, ഫ്രണ്ടിൽ പോയി നിന്നു, കരങ്ങൾ ഉയർത്തി തന്റെ നീതി, അവൻ ചെയ്യുന്ന നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തോട് വിവരിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇതാ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പറഞ്ഞു. അവന്റെ നീതിയെല്ലാം ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരനോ, അവൻ അങ്ങനെ മുകളോട്ട് നോക്കാൻ പോലും മനസ്സില്ലാതെ അത്രമാത്രം തന്നോട് ഞാൻ ഭാവിയാണെന്നുള്ള ആ ബോധത്തോടുകൂടെ തന്റെ മാർബിലടിച്ചുകൊണ്ട്, നെഞ്ചിലടിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതൊരു വാക്യമുള്ളൂ അല്ലേ? ചുങ്കക്കാരൻ ദൈവത്തോട് വിനയം കാണിച്ചു എന്ന് അവൻ പറഞ്ഞത്, ദൈവമേ ഭാവിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന അതായിരുന്നു, ദൈവമേ ഭാവിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള ഒറ്റ വാക്കായിരുന്നു. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതായത് എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നാം മനസ്സ് താഴ്മയുള്ളായി പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ, എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ നീതികളെ വിവരിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്, നാം വെടിപ്പുള്ള കരങ്ങളോടും വിശുദ്ധിയുള്ള ഹൃദയത്തോടും ദൈവത്തെ ആരാധിക്കണം. നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ ഹൃദയം വെടിപ്പായിരിക്കണം, നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം, കരങ്ങൾ വെടിപ്പുള്ളതായിരിക്കണം. നമുക്കറിയാം, ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ മുഖം കാണുവാൻ സാധിച്ചില്ല. അപ്പോൾ പറയുക, ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, എന്നെ നീ ഈശോപ്പ് കൊണ്ട് കഴുകണം, നിർമ്മലമായ ഹൃദയം എനിക്ക് തരണം, സ്ഥിരമായ ഒരു ആത്മാവിനെ തരണമെന്ന് പ്രാർത്ഥിച്ചു. കാരണം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം വിശുദ്ധരായി. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളിലെല്ലാം പാപങ്ങൾ ഏറ്റുപറയാൻ ഒരു സമയം കൊടുക്കുന്നത്. ചിലർ ദേവാലയത്തിൽ വരുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണാം നമുക്ക്. കാരണം കഴിഞ്ഞ ഒരാഴ്ച ജീവിതകാലത്തിൽ വന്നുപോയ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നത്. 1 Petrus 1:16 പറയുന്നത്, ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായി. അതായത് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് അതിവിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാമും വിശുദ്ധരായിരിക്കാം. നാം സ്തുതി പറയുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നാം നമ്മുടെ വിശുദ്ധിയെ മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വിശുദ്ധിയെ കാണണം. യെശയ്യാ പ്രവാചകൻ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ കണ്ടു. അപ്പോഴാണ് അവൻ തന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ പോരായ്മകളെയും കുറവുകളെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തത്. യെശയ്യാ പ്രവചനം 6:1, ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ കാണും. അവൻ കണ്ടത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു. നാം മറ്റു വിശ്വാസികളെ കൊണ്ട് നമ്മുടെ വിശുദ്ധിയെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആത്മീയതയെ ഒരിക്കലും അളക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആത്മീയതയും നാം അളക്കേണ്ടത്, നമ്മുടെ വിശുദ്ധി അളക്കേണ്ടത്. ഉയർന്നും പൊങ്ങിയ സിംഹാസനത്തിലേക്ക് കർത്താവിനെ കണ്ടപ്പോൾ അവന് തന്നെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു. യെശയ്യാ പ്രവാചകൻ സ്വർഗീയ ആരാധനയിൽ പങ്കാളി ആകുന്ന ഒരു കാരണമാണ് ഇവിടെ കാണുന്നത്. അവന്റെ ജീവിതത്തിൽ ഒരു സ്വർഗീയ ആരാധനയിൽ അവൻ പങ്കെടുക്കുന്നു. പങ്കെടുക്കുന്നവിടെയാണ് 2-ാം വാക്യം പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന സാറാബുകളെ അവൻ കാണുന്നു. ആ സാറാബുകൾക്ക് 6 ചിറകുകളുണ്ട്. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് അവർ കാൽ മൂടി, 2 ചിറക് കൊണ്ട് പറന്നു. 3-ാം വാക്യം പറയുന്നത്, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ദൈവാലയം ദൈവത്തിന്റെ മഹത്വം കൊണ്ട്, ദൈവത്തിന്റെ തേജസ് കൊണ്ട്
ദൈവത്തിന്റെ ആലയം നിറഞ്ഞു. ഇപ്പോഴാണ് അവൻ കാണപ്പെടുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്ന ജനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്നവർ സകല സ്തുതിയും മഹത്വവും സ്തോത്രവും ജ്ഞാനവും ബഹുമാനവും എല്ലാം ദൈവത്തിന് ശക്തിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധിയെ ആരാധിക്കുന്ന സാറകളെ കണ്ടപ്പോൾ അവൻ നോക്കുകയാണ്. ഇതുവരെയും ആ ദേശത്തിലെ ജനങ്ങളെ നോക്കി നിങ്ങൾ ഭാവികളാണ്, മടങ്ങാൻ കഴുത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ പറയുകയാണ് തന്റെ സ്വന്തം സ്ത്രീയെക്കുറിച്ച് മനസ്സിലാക്കാൻ. പാപബോധമുണ്ടായി അവന്റെ ഉള്ളിൽ. ഞാനും ഒരു പാവിയാണ്. ഇവർ വിചാരിച്ച് ഞാൻ പാവിയല്ല, മറ്റവരെല്ലാവരും പാവികളാണെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ചില ശുശ്രൂഷക്കാരും വിശുദ്ധന്മാരുമുണ്ട്, ചില വിശ്വാസികളുമുണ്ട്, പാരമ്പര്യ വിശ്വാസികളുമുണ്ട്. ഇവിടെ വന്നേ പാപബോധമുണ്ടായി. അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ അശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ശുദ്ധിയില്ലാതെ അധരങ്ങളുള്ള ജലത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണോ സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അശുദ്ധിയുള്ളവനാണ്. വിശുദ്ധിയില്ലാത്ത ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവനാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ വസിക്കുന്ന ജനം. അപ്പൊ തന്നെക്കുറിച്ചും താൻ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ ലഭിച്ചു. എപ്പോഴാണ്? പരിശുദ്ധനായ ദൈവത്തെ കണ്ടപ്പോഴാണ്. ആത്മാവിൽ ആരാധന സ്വർഗീയാനെ കണ്ടപ്പോഴാണ്. പാപബോധമുണ്ടായി. ഇപ്പോൾ അവന് പാപബോധമുണ്ടായപ്പോൾ നിലവിളിച്ചു. അവന് പരിഹാരമുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകേണ്ടതാണ് നാം നമ്മെ തന്നെ മറ്റുള്ള വിശ്വാസികളെ നോക്കി അളന്ന് ഞാൻ യോഗ്യനാക എന്ന് പറഞ്ഞ് നടക്കുന്നതേക്കാൾ നാം നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ, ദൈവത്തിന്റെ കൃപയുടെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയാൽ നമുക്ക് പാപബോധമുണ്ടാകും. യഥാർത്ഥത്തിലൊരു പാപബോധമുണ്ടായി സംഭവിച്ചാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ തന്നെ അതിന് പരിഹാരമുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കാൻ വരുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടത് ഒരു പാപബോധമാണ്. പാപബോധമുണ്ടായി മാത്രമേ പരിഹാരമുണ്ടാകൂ. 7-ാം വാക്യം. സാരാപുകളിൽ ഒരുത്തൻ കൊടിയിൽ കൊണ്ട് ഒരു തീക്കറിലെടുത്ത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. സാരാപുകളിൽ ഒരുത്തൻ അവിടെ പറന്നു വന്നു, ഒരു കൊള്ളി കൊണ്ട് തീക്കറിലെടുത്തു അവന്റെ വായ്ക്ക് തൊട്ടു. അപ്പോൾ എന്റെ അകൃത്യം നീങ്ങി, എന്റെ പാപത്തിന് പരിഹാരമുണ്ടായി. അപ്പോൾ എന്റെ അകൃത്യം നീങ്ങി, എന്റെ പാപത്തിന് പരിഹാരമുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവം അവന്റെ അധരങ്ങളെ തൊട്ടപ്പോൾ അവന്റെ അധരങ്ങൾ വിശുദ്ധമായി. പലർക്ക് എല്ലാം വിശുദ്ധമാണ്, അധരങ്ങൾ ഒരിക്കലും വിശുദ്ധമല്ല. ഇപ്പോൾ അവന്റെ അധരങ്ങൾ വിശുദ്ധമായി, അവന് അകത്ത് നീങ്ങി, എന്റെ പാപത്തിന് പരിഹാരമുണ്ടായി. അതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതുകൊണ്ട്, ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അവന്റെ തിരുരക്തത്താൽ നമുക്ക് രക്ഷ ഉണ്ടായിരിക്കുന്നു, പരിഹാരമുണ്ടായിരിക്കുന്നു, വീണ്ടെടുപ്പിന്റെ അനുഭവം നമുക്ക് ലഭിച്ചിരിക്കുന്നു. തിരുരക്തത്താൽ അവന്റെ പുത്ര യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിവുള്ളവരായി മാറ്റി. പിന്നെ അവൻ കേൾക്കുന്നത് ദൈവശബ്ദമാണ് കേൾക്കുന്നത്. ദൈവശബ്ദം കേൾക്കുന്നു, അനുസരണം. അവർക്ക് അടുത്ത സംഭവം ഇതാണ്: ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, അനുസരിക്കുന്നു, സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക് സമർപ്പണം ഉണ്ടാകുന്നത്, നമുക്ക് അനുസരണം ഉണ്ടാകുന്നത്. അവൻ ദൈവവചനത്തിന്, ദൈവത്തിന്റെ ശബ്ദത്തിന്, ദൈവത്തിന് അനുസരിക്കുന്നു, സമർപ്പിക്കുന്നു. 8-ാം വാക്യം പറയുന്നു, അനന്തരം ഞാൻ ആരയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടു. അടിയനിതാ, അടിയനെ അയക്കണമേ. ഇതുവരെ അവൻ കേട്ടത് യഥാർത്ഥ സത്യമല്ല. ഇപ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടത്. ദൈവം അവനോടുകൂടെ നേരിട്ട് സംസാരിക്കുന്നു. പലപ്പോഴും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ദൈവമക്കളോട് ചോദിക്കും, നീ ദൈവത്തിന്റെ വിളിയുണ്ടോ? ദൈവത്തിന്റെ വിളിയുണ്ടോ? രക്ഷിക്കപ്പെടുന്നത് ചിലർക്ക് ദേഷ്യമാണ്. ഇവിടെ ദൈവത്തെ ഒരു പ്രവാചകനാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. ദൈവത്തെ കണ്ടപ്പോൾ തന്റെ കാര്യം മനസ്സിലായി. പ്രിയമുള്ളവരെ, നാം യഥാർത്ഥത്തിൽ ദൈവത്തെ കാണണം, ദൈവത്തെ അറിയണം. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നും അവന്റെ വിശുദ്ധിയെ, അവന്റെ കൃപയെ, അവന്റെ സ്നേഹത്തിന്റെ ആഴം, നീളം, ഉയരം മനസ്സിലാക്കുമ്പോഴാണ്
അനന്തരം ഞാൻ ആരെ അയക്കണം, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടു. ഉടനെ അനുസരണമാണ്. അവൻ പറഞ്ഞു, അടിയേൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. സമർപ്പണമുണ്ടാകുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, അനുസരണമുണ്ടാകുന്നു. ആരാധനയുടെ അവസാനമെന്ന് പറയുന്നതാണ് സമർപ്പണം. ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പൂർണ്ണ സമർപ്പണം ആരാധനയിൽ ഉണ്ടാകും. അതിനുശേഷം യെശയ്യാ പ്രവാചകന്റെ ശുശ്രൂഷയ്ക്ക് ജീവിതത്തിലും വലിയൊരു മാറ്റമുണ്ടായി എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഓരോ ആരാധനയും സമർപ്പണത്തിന്റെ ആരാധനയായിരിക്കണം. ഓരോ ആരാധനയും ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്ന ആരാധനയായിരിക്കും. ഓരോ ആരാധനയിലും നാം ദൈവത്തെ കാണണം. ഇതാണ് അതെ വചനം പറയുന്നത്. അതെ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. ഇതാ എല്ലായിടത്തും ദൈവത്തെ ആരാധിക്കാനുള്ള നാഴിക വന്നിരിക്കുന്നു. അതെ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. നാം ആത്മാർത്ഥമായി പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവത്തെ കൂടുതൽ അറിയുവാൻ സാധിക്കും. രൂപാന്തരമുണ്ടാകും, പുതുക്കമുണ്ടാകും. ഓരോ ആരാധനയും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയും അധികം അധികം അടുപ്പിക്കുന്നു. ഓരോ ആരാധനയിലും ദൈവഗീതം കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഓരോ ആരാധനയും നമ്മെ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ വരവിനായി നമ്മെ ഒരുക്കുന്നു, മറ്റുള്ളവരെ ഒരുക്കുവാനായിട്ട് നമുക്ക് കൃപ തരുന്നു. ഓരോ ആരാധനയും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു, കർത്താവിന്റെ വരവിനായി നമ്മെ ഒരുക്കുന്നു, മറ്റുള്ളവരെ ഒരുക്കുവാനും നമ്മെ സഹായിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനായ എന്റെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിപിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് മനുഷ്യരെയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സമൂഹത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിളിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവേ ക്ഷമിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നല്ലോ. ആമേൻ. സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിൽ തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണ്ട തക്ക വഴികളിലും നിന്റെ കർത്തവ്യം ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്നും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വിവാഹ സ്തോത്രവും പിറന്നാൾ സ്തോത്രവുമുള്ള പ്രാർത്ഥനകൾ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ സ്തോത്രം അർപ്പിക്കുന്ന അജയൻ, മിനി,
പ്രമാണം. അജയൻ മിനി പ്രമാണം വിവാഹ സ്തോത്രം അർപ്പിക്കുന്നു. പിറന്നാൾ സ്തോത്രം അർപ്പിക്കുന്നവർ അമ്മണി ദേവസ്യ ചാവോട്ട്, മോളി ബാബു കല്ലുംപുറത്ത്, ജോൺസൺ വർഗീസ് ആലപ്പാട്ട്, ജോസ് എബ്രഹാം ഞന്ത്രകണ്ണിയിൽ, ക്രിസ്റ്റി ഫുനൂസ് ഇല്ലിക്കൽ, അന്നമ്മ ദാനിയേൽ പുത്തൻപുര എന്നിവരാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. ഒരു വാർത്ത നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ ഒരു സംവത്സരം കൂടെ കൂട്ടി തന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വിവാഹ വാർഷികം കാണുന്ന പ്രിയ മക്കൾ ഓർത്ത് സ്തോത്രം ചെയ്യും. രാജേനെയും ഭാര്യയെ ഓർത്ത് പ്രാർത്ഥിക്കും. എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഇത്രത്തോളം നടത്തിയ ദൈവമേ, തുടർന്ന് ജീവിതയാത്ര അനുഗ്രഹമാക്കി തീർക്കണം. ശിരസ്സുമ പാദം മുറിവേറ്റ കാലം തൊട്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. കൈയുടെ അധ്വാന ഫലം നീ അനുഗ്രഹിക്കണം. പ്രവേശിപ്പിക്കുന്ന പുതിയ സംവത്സരത്തിൽ ജീവിതത്തിലെ മറ്റെല്ലാ നന്മകൾ നിന്റെ മക്കൾക്ക് തരണം. ഈ ഭൂമിയിലെ നന്മകളോട് സ്വർഗ്ഗാനുഗ്രഹം ഭാവിച്ച് നിന്റെ മഹത്വത്തിനായി കുടുംബമായി ജീവിപ്പാൻ നിന്റെ മക്കളെ നീ സഹായിക്കണം. പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് പേര് വായിച്ചത് അതല്ലാതെ അനേകർ സമത്വമുണ്ടല്ലോ. സഭയിൽ അവരെല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ആയുസ് തന്ന ദൈവത്തിന് നന്ദിയുള്ളവരായി കൃപ ചെയ്യണം. ശിരസ്സുപാദം വരെയും നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അവിടെ പ്രായത്തിനും ഒത്തവണ്ണം അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ ഹൃദയങ്ങളെ അവിടുന്ന് നിറവേറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പറയുന്ന രോഗങ്ങളോ ദുഃഖങ്ങളോ നിന്റെ മക്കളെ വരാതെ കാത്തു സൂക്ഷിക്കണം. അവിടെ ഭാവി കാര്യങ്ങളൊക്കെ സുരക്ഷിതമാക്കണം. പ്രവേശിക്കുന്ന പുതിയ സംവത്സരം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും അനുഗ്രഹം വർഷമാക്കി തീർക്കണം. മഹത്വമെടുക്കണമെന്ന് നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധ ദൈവത്തിന്റെ അനുഗ്രഹം പ്രിയമക്കളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കീർത്തനം 340, ഗീതം 348. സ്തോത്രം ചെയ്യും ഞാനെന്നും രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. പാത്രഹീനനാമി ചെള്ളമടിയനെ, പാത്രഹീനനാമി ചെള്ളമടിയൻ, പാർത്ഥിവനെ എന്നെ ചേർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യും ഞാനെന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. അതിശയമുള്ളവനെ, അധീരറ്റ അനുഗ്രഹവാരിധിയെ, അധീരറ്റ അനുഗ്രഹവാരിധിയെ, അധീരറ്റ അനുഗ്രഹവാരിധിയെ. അധിപനമേശുവേ അഖിലേശ നന്ദന, അധിപനമേശുവേ അഖിലേശ നന്ദന, അഖിലക്കു നായകൻ അഖിലണ്ട കർത്താവേ സ്തോത്രം ചെയ്യും ഞാനെന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാനിന്നും. സ്തോത്രങ്ങളുടെ ദൈവകർമ്മം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല ദാനങ്ങളും ദാതാവായ ദൈവമേ, ഇത് ജനങ്ങളുടെ വഴിപാട് തന്നോട് കേൾക്കണം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമ്പത്തിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാട് നീ ഇത് സമർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമുക്ക് നമ്മുടെ മുട്ടുകളെ മടക്കാം. ദൈവം നടത്തിയ എല്ലാ വഴികളെയും നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. വീണ്ടും ഒരു പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, മാധ്യമങ്ങളിലൂടെയെങ്കിലും ദൈവത്തിന്റെ വചനം കേൾപ്പാനും ആരാധിപ്പാനും
ഈ ദിവസങ്ങളിൽ ദൈവം കൃപ തന്നിരിക്കാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കണിലഭിഷ് പോലെ നമ്മൾ കാത്തു സൂക്ഷിച്ചല്ലോ. ലോകത്തിലെ വന്നതും മരണമായ ആപത്തിൽ നമ്മൾ വിടുവിച്ചു. ആയുസ് വന്നു, ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഭാഗ്യം തന്നു. നന്ദിയോട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞാളുകളിൽ നമ്മളോട് വരുന്ന പലരും ഇന്ന് ലോകം വിട്ട് കടന്നുപോയി. അവിടെ കുടുംബങ്ങൾ, അവരുടെ മക്കൾ, ബന്ധുമിത്രാദികൾ സ്നേഹം ഉപേക്ഷിച്ച് കടന്നുപോയിരിക്കുകയാണ്. അവരെ ആ കുടുംബങ്ങൾ ഒരുപാട് ദുഃഖത്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നാം ദീർഘകാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാധ്യാക്ക അമ്പൂരത്ത് പ്രിയ മകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ദിവസം നമുക്ക് കടന്നുപോയി. ദീർഘകാലം രോഗിയായിരുന്നു. ദൈവം മക്കൾ അവരെ ശുശ്രൂഷിച്ചു. ദൈവം തക്ക സമയത്ത് പ്രിയ മകൾക്ക് ആശ്വാസം നൽകി. ആ കുടുംബാംഗങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്കെല്ലാവർക്കും ദൈവം ആശ്വാസം സമാധാനം തന്നെ പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മളെ എല്ലാവരെയും വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി, സഭയായി ദൈവക്കാരനും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെങ്കും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെ ദൈവക്കാരനും സമർപ്പിക്കാം. എല്ലാവരും ദൈവത്തെ ഭയപ്പെട്ട് നല്ല പ്രവർത്തനം വെച്ച് കാഴ്ചവെക്കുവാൻ, നല്ല തീരുമാനം വെക്കുവാൻ അവരെ നീ സഹായിക്കണമേ. നിന്റെ ആത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കോവിഡ്-19 മഹാരോഗത്താൽ ഭയപ്പെടുന്നവർ, ആ രോഗത്താൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായ ഭവനങ്ങളിലും ആശുപത്രിയിലായിരിക്കും ഓർക്കാം. പലരെങ്കിലും ഐസിയുലാണ്, പലരും വെന്റിലേറ്ററാണ്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാണവായുവിനു വേണ്ടി ആഗ്രഹിക്കുന്ന കതർന്ന മക്കളുണ്ട്. കർത്താവേ, അവർക്ക് നീ വിടുതൽ തരണമേ. തക്കതായ ട്രീറ്റ്മെന്റ് ലഭിക്കാൻ കൃപ ചെയ്യുന്നു പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മാരകമായ മറ്റു രോഗങ്ങൾക്കും അടിയിൽപ്പെട്ട് മരണത്തോടും രോഗത്തോട് പോരാടിക്കുന്ന അനേക മക്കളുണ്ട്. അവിടെ ആശ്വാസത്തിന് പ്രാർത്ഥിക്കാം. ഈ മഹാരോഗങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാരെയും ശുദ്ധീകരണ പ്രവർത്തനം ചെയ്യുന്ന പ്രിയ മക്കളെയും ആംബുലൻസ് ഡ്രൈവർമാരെയും മറ്റ് സഹായങ്ങൾ ചെയ്യുന്ന പ്രിയ മക്കളെയും നമുക്ക് പ്രാർത്ഥിക്കാം. അവരെയും ദൈവം കാത്തു സൂക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവം പൂർണ്ണമായ വിടുതൽ നമ്മുടെ രാജ്യത്ത് തരണം. ഈ ദിവസങ്ങളിൽ ആശ്വാസം തന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക്ക്ഡൌൺ മുഖാന്തരം ആരോഗ്യപ്രയാസം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവക്കാരന് സമർപ്പിക്കാം. ജോലിയില്ലാതെ തങ്ങളുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ടുപോയി വേദനപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ ഓർത്ത് വന്നവർക്ക് മടങ്ങിപ്പോകാൻ പറ്റുന്നില്ല. നിയമങ്ങളെല്ലാം കർത്താവെ അവിടെ സാധകമാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പൂർണ്ണമായ വിടുതൽ ഈ രോഗത്തിൽ നിന്ന് ഉണ്ടാകുവാൻ നമ്മുടെ ജില്ലയെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് നമ്മുടെ സംസ്ഥാനമായിരിക്കുന്നു. കർത്താവെ, അവിടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹമാക്കി തീർക്കാൻ പ്രാർത്ഥിക്കാം. വാക്സിൻ എല്ലാവർക്കും ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റു വിവിധ ആവശ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി ഓൺലൈനിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേർ പഠിക്കുന്നത്. ആ ഓൺലൈനിലൂടെയുള്ള പ്രവർത്തനങ്ങൾ മൂലം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പാളിച്ചകളും പ്രയാസങ്ങളും അറിയുന്നു. ടീനേജേഴ്സുള്ള അനേക മക്കൾ വഴിതെറ്റി പോകുന്നു. ദൈവഹിതമെങ്കിൽ പെട്ടെന്ന് സ്കൂളുകളും കോളേജുകളും തുറക്കുവാനും അവർ സ്കൂളിൽ പോയി പഠിക്കുവാനും ദൈവമേ വഴിയും വാതിലും തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ വീട് ഇത് വരാൻ പോകുന്നു എന്ന് പറയുന്നു. കർത്താവെ, അങ്ങനെയുള്ള ഒരു രോഗം ഞങ്ങളുടെ ദേശത്ത് വരാതെ ഒന്ന് കാക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മനോഹരമായ ഭാവിക്ക് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി വിവാഹം കാത്തിരിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം ആരംഭിച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതങ്ങളെ ദൈവം ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവയുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണമെന്ന് പ്രാർത്ഥിക്കാം. ഓരോ സഭകളിലെ ദൈവമക്കളെയും വിശ്വാസികളോട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും വിശ്വാസികളും അനേകരുണ്ട്. അവരിൽ പല ദൈവമക്കളും രോഗികളായിരിക്കുന്നു. പലരും ദുഃഖവും പ്രയാസവും അനുഭവിക്കുന്നു. ചിലർ കോവിഡ് രോഗികളായി ഈ ലോകം വിട്ട് കടന്നുപോയി. ചിലർ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അവരുടെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ നീ രക്തത്താൽ മുത്തയിട്ട് കാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിലെന്നും ഞങ്ങളുടെ അയൽവാസികൾക്കും നല്ല സൗഖ്യം സമാധാനം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളായി സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന അടുത്തും അകലുമായിരിക്കുന്ന ഓരോ മക്കളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയിലൊക്കെ അഭ്യർത്ഥിച്ചിനെ ഓർക്കാം. കൈക്കാരന്മാർ, കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഭയിലെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകർ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം രോഗക്കിടക്കയിലായിരുന്ന പുന്നൂസ് ഇലിക്കൽ ദൈവം നൽകിയ സൗഖ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സൗരാട്ടിലെ സൈമന ഭവനത്തിൽ വന്നിരിക്കുന്നു. തുടർന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജോർജിൻ നമ്മൾ സെക്രട്ടറി ജോർജിനെ ഭാര്യ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റാണ്. കർത്താവ് അവർക്ക് പൂർണ്ണമായി സൗഖ്യം തരേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കിഡ്നി സംബന്ധമായ രോഗത്താൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസിയമ്മയെ ജോൺസൺ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോൺസൺ ഐശ്വര്യ സാറിനെയും കൊച്ചനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇബ്രാഹിം സാറിന്റെ മാതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഡ്വക്കേറ്റ് സാറാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ താഴ്ന്നു കിടക്കുന്ന എളിയ മകളെ ദൈവം ശക്തീകരിക്കണമേ, ഉദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കോവിഡ് മുഖാന്തരം ഭാരപ്പെടുന്ന മറ്റെല്ലാ രോഗികളെയും ദുഃഖിതരെയും നമുക്ക് ദൈവക്കരങ്ങൾ സമർപ്പിക്കാം. അതുപോലെ വാർദ്ധക്യത്തിലും മലങ്ങിയിരിക്കുന്ന അനേക മാതാപിതാക്കൾ, അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ മധ്യയിലുണ്ട്. പുറം ലോകം കാണാൻ സാധിക്കാതെ, ആരാധനയ്ക്ക് വരാൻ കഴിയാതെ ഭവനങ്ങൾ അടഞ്ഞു കിടക്കുന്ന പ്രിയ മക്കളെ ദൈവക്കരങ്ങൾ സമർപ്പിക്കാം. ദീർഘകാലമായ ശരീരത്തിലും മനസ്സിലും വേദനയും രോഗം അനുഭവിക്കുന്ന പ്രിയ മക്കളെല്ലാം നമുക്ക് ദൈവക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. മഹാടവാധ്യക്ഷനെ കുടുംബം ഓർക്കാം. ദൈവ സൗഖ്യത്തിന് കുടുംബമായ അവരെ സൗഖ്യമാക്കി പൂർണ്ണ ആരോഗ്യം തരാൻ പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റ് സഭയിലെ വിശ്വാസികളെ നമുക്ക് പുറത്ത് പ്രാർത്ഥിക്കാം. ആവശ്യത്തിലിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും മക്കൾ ദൈവം വിടുവിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഇതാവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ ഇന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ സകല ഭാരങ്ങളെ പ്രയാസങ്ങൾ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ ഭാരം ഇവിടെ വച്ചു കൊള്ളുക. അവർ നിന്ന് പിള്ളേർക്ക് നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സ്വർഗീയപിതാവേ, ദൈവത്തെ ആരാധിക്കുക, ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം പറഞ്ഞത്താവേ. ആരെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവായിരിക്കും ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ കർത്താവ് പരിശുദ്ധിയോടും കർത്താവെ
ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കൾ കൃപ തരണമേ. ആരാധന സമയത്തുണ്ടാകുന്ന വിടുതൽ, സൗഖ്യം അത് അനുഭവിപ്പാൻ ഞങ്ങൾ അതിനെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വേദന അനുഭവിക്കുന്ന ധാരാളം ജനങ്ങൾ ഞങ്ങളുടെ സഭയിലുണ്ട്, സമൂഹത്തിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, കർത്താവ് ദേശത്തിലുണ്ട്. അവരെല്ലാം നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ പേര് പറയാത്തവരും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാരോഗത്താൽ വേദന അനുഭവിക്കുന്ന സമൂഹത്തെ, സഭയെ, ദേശത്തെ നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണം. യുവാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ. കർത്താവെ, കുഞ്ഞുങ്ങൾ ഓൺലൈനിലൂടെ പഠിക്കുമ്പോൾ തെറ്റിപ്പോകാൻ നീ സമ്മതിക്കല്ലേ. ഞാനും വിവേകവും തരണമേ. അവരെ നടത്തുന്ന മാതാപിതാക്കൾക്ക് നല്ല വിവേകവും ജ്ഞാനവും നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സൗഖ്യം തരണം. അവിടെ കരങ്ങളെ നീ ശക്തീകരിക്കണം. കർത്താവെ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് തക്ക സമയത്ത് ട്രീറ്റ്മെന്റ് ലഭിക്കാതെ ഭാരപ്പെടുന്ന അനേക ആയിരങ്ങളുണ്ട്. അവരുടെ മേൽ നിന്റെ മുറിവേറ്റ കരങ്ങൾ നീട്ടണമേ. അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ബലഹീനം വരുന്നു വേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. കർത്താവെ, നിന്റെ മുറിവേറ്റ കരങ്ങൾ നീട്ടണമേ. ശിരസുകൾ പാദം വരെ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, രോഗബന്ധനങ്ങൾ പൂർണ്ണ വിടുതൽ തരണമേ. സ്വസ്ഥതയും സമാധാനം തരണമേ. ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിരാശകളെ നീ മാറ്റിപ്പെടണമേ. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. കർത്താവെ, വിടുവിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, നിന്റെ ആണിപ്പാടുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, വിടുതൽ വന്നിരിക്കുന്നു. നിന്റെ സമാധാനം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് തരണമേ. നിന്റെ കർത്താവെ, നിന്റെ വിടുവിക്കുന്ന ശക്തി, കർത്താവെ, സൗഖ്യമാക്കുന്ന കൃപ, അനുഗ്രഹവും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണം. ഇന്ന് ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഈ ആരാധന പങ്കാളികളാകുന്നവർ, കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ, കർത്താവെ, അവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. സഭയിലെ ജനങ്ങളെയും ഭരണാധികാരികളെയും മഹാടുകളുടെ സകല ശുശ്രൂഷകരെയും ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സമൂഹത്തിലെ ഓരോ മക്കളെയും തിരുക്കരം നീട്ടി അനുഗ്രഹിക്കണം. സകല നമ്മോട് കൃപണം നിറയ്ക്കണം. കർത്താവ്, ഇനിയോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള ജീവിതയാത്ര നിന്റെ കരങ്ങൾ സമർപ്പിക്കും. തിരികെ പോലെ നടത്തണം, മഹത്വെടുക്കണം. മടങ്ങി വരുന്നവരെ ഞങ്ങളെല്ലാവരും നീ കാത്തുകൊള്ളണം. ദൈവവിധമെങ്കിൽ അടുത്ത ആഴ്ചയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവാലയത്തിൽ നിന്ന് ആരാധിപ്പാനുള്ള വഴിയും വാതിലും ഞങ്ങൾക്ക് തുറന്നു തരണം. സകല മാനവും തങ്ങെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടാനും സൂക്ഷിപ്പുകാരും എല്ലായ്പ്പോഴും നമ്മോടുകൂടിയും നമ്മുടെ പ്രാർത്ഥനയോടും ആവശ്യങ്ങളോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ. എന്നേക്കും മഹത്വം ഏകപിതാ, എന്നേക്കും മഹത്വം ഏകസുതാ, കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അവൻ നിന്റെ ആത്മാവിനോടുകൂടെയും. നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.